സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ കാണാം. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ ബിജെപി പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ദരിദ്രരെയും കർഷകരെയും സർക്കാർ അവഗണിക്കുകയാണെന്നും പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്നും അർഹമായ ആനുകൂല്യങ്ങൾ പോലും കാസർഗോഡിന് ലഭിക്കുന്നില്ലെന്നും ബിജെപി ആരോപിച്ചു. ബേക്കൽ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ മൊഞ്ചത്തിമാർ അണിനിരന്ന ഒപ്പന മത്സരം ആസ്വാദകർക്ക് ആവേശമായി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അവതരിപ്പിച്ച ഒപ്പന മത്സരത്തിന് വിധികർത്താക്കളുടെ പ്രശംസയും ശ്രദ്ധേയമായി. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. 30 ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ സ്വയം പ്രയത്നത്തിലൂടെ സംഘനൃത്തത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് എ ഗ്രേഡ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ ബിജെപി പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ദരിദ്രരെയും കർഷകരെയും സർക്കാർ അവഗണിക്കുകയാണെന്നും പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്നും അർഹമായ ആനുകൂല്യങ്ങൾ പോലും കാസർഗോഡിന് ലഭിക്കുന്നില്ലെന്നും ബിജെപി ആരോപിച്ചു. ഭാരതീയ ജനതാ കർഷക മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായ്മൂടിക്കെട്ടി സമരം നടത്തിയത്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന അതിദാരിദ്ര്യം മുക്ത കേരളം എന്ന പ്രഖ്യാപനം പൊള്ളയാണെന്നാരോപിച്ചാണ് പ്രതിഷേധം. കേരളത്തിൽ 5,91,134 അതിദരിദ്രർ നിലനിൽക്കെയാണ് ദാരിദ്ര്യമുക്തം പ്രഖ്യാപനമെന്നും ജില്ലയിൽ ആയിരക്കണക്കിന് അതിദാരിദ്ര കുടുംബങ്ങളെ നേരിട്ട് കാണിച്ചു നൽകാമെന്നും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ പറഞ്ഞു. LDF സർക്കാരിന്റെ കീഴിൽ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണെന്നും വനം വന്യജീവി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് പറഞ്ഞു. അത്തരത്തിൽ ഈ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് എതിരായിട്ട് അധികാരികളുടെ ഭാഗത്ത് ഒരു സമീപനവും ഇല്ല. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഭയപ്പെടുന്ന സാഹചര്യം, തിരിച്ചു വരുന്നത് വരെ രക്ഷിതാക്കൾ ആശങ്കയോടെ കുട്ടികളെ കാത്തു നിൽക്കുന്ന സാഹചര്യം, അങ്ങനെ ജീവന് ഭീഷണിയായ ഈ മാരകമായ സംഭവങ്ങൾ ഗവൺമെൻറ് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മിനിഞ്ഞാന്ന് 300ഓളം ആളുകൾ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക്, പരപ്പ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതിൻ്റെ പ്രതിഫലനമൊന്നും കാണുന്നില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അതിദാരുണമായ ജീവൽ പ്രശ്നമാണ്. പ്രതിഷേധ പരിപാടിക്ക് കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി സജീവ ചേവാർ, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ നമ്പ്യാർ, സീതാറാം ഭണ്ഡാരി, മണ്ഡലം പ്രസിഡന്റുമാരായ മണി കാവുങ്കാൽ, ഗംഗാധരൻ കെ, അശോകൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കാർത്തികേയൻ ഒമ്പ, ഗോവിന്ദൻ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ മൊഞ്ചത്തിമാർ അണിനിരന്ന ഒപ്പന മത്സരം ആസ്വാദകർക്ക് ആവേശമായി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അവതരിപ്പിച്ച ഒപ്പന മത്സരത്തിന് വിധികർത്താക്കളുടെ പ്രശംസയും ശ്രദ്ധേയമായി. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലബാറുകാർക്ക് എന്നും ആസ്വാദന മാധുര്യം പകരുന്ന ഒന്നാണ് മൊഞ്ചത്തിമാരണിനിരക്കുന്ന ഒപ്പന. പ്രായഭേദമന്യേ കലോത്സവ നഗരിയിലേക്ക് ഒപ്പന കാണുവാനായി നിരവധി ആളുകളാണ് എത്താറുള്ളത്. പൊലിവേ ബദറാവും മരനിലേ ബഹ്റായിസ്കദിലേ
പണ്ടുകാലത്തെ കല്യാണ വീടുകളെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഒപ്പന കലോത്സവ മത്സരങ്ങളിലെ ആകർഷണ ഇനമാണ്. സദസ് അങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയും വേദിയിൽ നൃത്തം അവതരിപ്പിക്കുന്ന മൊഞ്ചത്തിമാർക്ക് ഒപ്പന അവതരിപ്പിക്കുന്നതിനുള്ള ആവേശം ഒന്ന് കൂട്ടും. ഒപ്പന ആകർഷണ ഇനമെന്ന പോലെ തന്നെ ഒപ്പനയിലെ പ്രധാന ആകർഷണം മൊഞ്ചത്തിയായി അങ്ങനെ ഇരിക്കുന്ന മണവാട്ടിയാണ്. നാണത്തോടെയുള്ള ആ ഇരുത്തം ആരെയും ഒന്ന് ആകർഷിക്കും. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, ബേക്കൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പെൻഷൻ ഭവനിലാണ് ദിനാചരണം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാതൃഭാഷാ ദിനാചരണം നടന്നു. കാഞ്ഞങ്ങാട് ജില്ലാ പെൻഷൻ ഭവനിലായിരുന്നു മാതൃഭാഷാ ദിനാചരണം നടന്നത്. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പിറവി ദിനത്തിൽ മാതൃഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതും, അതുപോലെ സദസ്സിലുള്ള വളരെ പ്രിയപ്പെട്ടവരായ ആളുകളെ വീണ്ടും കാണാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഏത് ഭാഗത്ത് നിന്നാണ് ഈ ഒരു പ്രഭാഷണം തുടങ്ങേണ്ടത് എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആലോചിച്ചൊരു പ്രസംഗം ആലോചിച്ചിട്ടൊന്നും അല്ല വന്നത്. അപ്പോഴാണ് അമ്മ എന്ന വാക്കിനെ കുറിച്ച് അധ്യക്ഷൻ ചേതോഹരമായി സംസാരിച്ചത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ഒരു വാക്കാണ്. മാതൃഭാഷയിൽ ഏറ്റവും പ്രിയം തോന്നിക്കുന്ന, സ്നേഹം തോന്നിക്കുന്ന ഒരു വാക്കാണ്. ഒരുപക്ഷെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിന്നും ആദ്യമായി ഉയരുന്ന ശബ്ദം മാ എന്ന ശബ്ദം, അത് പിന്നീട് അമ്മയായി മാറുകയും അതിനുശേഷം മാത്രം അച്ഛനുണ്ടാവുകയും അതിനുശേഷം മാത്രം മറ്റുള്ള ബന്ധുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ ആണ് വളർച്ചയിൽ കുട്ടികൾ അനുധാവനം ചെയ്യുന്നത് എന്നുള്ളത്, തുടരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. ഡോക്ടർ പ്രമീള മാധവ് ചേവാർ പ്രഭാഷണം നടത്തി. KSSPU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ജയറാം പ്രകാശ് അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന, KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം K സുജാതൻ, KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന, KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം K സുജാതൻ എന്നിവർ സംസാരിച്ചു. KSSPU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി P കുഞ്ഞമ്പു നായർ സ്വാഗതവും KSSPU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി PV ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. 30 ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. 30 ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. RK ബ്രഷ് റൈറ്റിംഗ് ആർട്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ജില്ലയിൽ ആദ്യമായിട്ട് 30 ചിത്രകാരന്മാരുടെ ഒന്നിച്ചുള്ള ചിത്ര പ്രദർശനം ഒരുക്കിയത്. 200-ലധികം അംഗങ്ങളുള്ള സംഘടനയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 30 ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. ചിത്ര പ്രദർശനം ചിത്രകാരി മാധവി മീങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നല്ല ഒരു ദിവസം കൂടിയാണ്. ഇന്ന് നവംബർ 1 കേരള പിറവിയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്ന് ഞാൻ എൻ്റെ ഒരു ആശംസകൾ തരുന്നു. ഇന്നിവിടെ നമ്മളുടെ ഈ കാഞ്ഞങ്ങാടുള്ള ഈ ആർട്ട് ഗാലറിയിൽ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്ത 30 ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ചെറിയ കാര്യമൊന്നല്ല, ഏറ്റവും വലിയ കാര്യമാണ് ഇത്രയും പേരുടെ ഈ ചിത്ര പ്രദർശനം ഇവിടെ നടക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ ചിത്ര പ്രദർശനം എന്ന് പറഞ്ഞാൽ എത്രയോ ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ
ഇത്രയും മനോഹരമുള്ള ചിത്രം കാണുന്നത്. ഞാൻ ആട്ടുകാലത്തിലേക്ക് വരുമ്പോഴേ എന്തെന്നിപ്പാ എന്ന് തോന്നിപ്പോയി. വരുന്ന സമയത്ത് തന്നെ ആള് പുറത്തൊക്കെ കാണുന്ന ചുമരുകളിൽ ബ്രഷ് കൊണ്ട് എഴുതിയതും വരച്ചതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര തന്നെ ഞാൻ വിചാരിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണൻ രേഖിത അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, മുതിർന്ന ആർട്ടിസ്റ്റ് പല്ലവ നാരായണൻ, അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി സ്വാഗതവും ബാലൻ സൗദ നന്ദിയും പറഞ്ഞു. പ്രദർശനത്തിലെ ആദ്യ ചിത്രം വിൽപ്പന നടത്തി. ചിത്രകാരൻ പ്രമോദ് ദർശനിയുടെ ചിത്രം കാഞ്ഞങ്ങാട് SI സൈഫുദ്ദീൻ ഏറ്റുവാങ്ങി. നവംബർ 7 വരെ ചിത്ര പ്രദർശനമുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ സ്വയം പരിശീലനത്തിലൂടെ സംഘനൃത്തത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് A ഗ്രേഡ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഞങ്ങളുടെ പ്രതിനിധി വിഭിഷ വനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അറുപത്തിനാലാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ സ്വയം പ്രയത്നത്തിലൂടെ സംഘനൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനമായ ടീമാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ആദ്യം തന്നെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചോദിക്കാം. ആദ്യം തന്നെ തന്മയിലേക്ക് പോവുകയാണ്. തന്മയ, എങ്ങനെയുണ്ടായിരുന്നു? ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു? കോമ്പറ്റീഷൻ ടൈറ്റ് തന്നെയായിരുന്നു. നമ്മൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കയറുന്ന സമയത്ത്, പക്ഷേ കോൺഫിഡൻസോട് കൂടി കയറി നമ്മുടെ മാക്സിമം നമ്മളിവിടെ സ്റ്റേജിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ബാക്കിയുള്ളവരെയും നമ്മൾ പരിചയപ്പെടുന്നതാണ്. എന്താണ് മോളെ പേര്? എൻ്റെ പേര് ദീക്ഷ മുഷിലോട്ട്. എന്താണ് പേര്? എൻ്റെ പേര് ഖ്യാതി ശശിധരൻ. എൻ്റെ പേര് ശ്രീവേദ KV. എൻ്റെ പേര് നൈനിക മനോജ്. എൻ്റെ പേര് നൈനിക മൂർത്തി. എൻ്റെ പേര് അമയ സുകേഷ്. ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ സ്റ്റേജ് മത്സരത്തിൽ നമ്മൾ സംഘനൃത്ത മത്സരം കണ്ടതാണ്. എല്ലാവരും കാണികൾക്ക് കൗതുകം പകർന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രകടനം. ഇന്നിപ്പം പതുങ്ങിയ പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷെ ഇന്നലെ നൃത്തത്തിൽ ഇതൊന്നും ആയിരുന്നില്ല, വളരെ മനോഹരമായിരുന്നു. ഇവരുടെ പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും കൂടെയുണ്ട്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. പാരന്റ്സിന് എന്താണ് പറയാനുള്ളത്? അഭിമാന നിമിഷമാണല്ലോ ഇത്. തീർച്ചയായിട്ടും വളരെ കുട്ടികൾ മാത്രം പരിശീലിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അധ്യാപിക, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും കലാമത്സരങ്ങളിലാവട്ടെ കായിക മത്സരങ്ങളിലാവട്ടെ 1ാം സ്ഥാനത്ത് എല്ലാവർക്കും അഭിമാനമായ ഒരു സ്കൂൾ തന്നെയാണ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ അധ്യാപികമാരും നമ്മോടൊപ്പമുണ്ട്. അവരോടും കൂടെ നമുക്ക് ചോദിക്കാം. സംഘനൃത്ത മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ അവർ തന്നെ സ്വയം പരിശീലിച്ച് 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് A ഗ്രേഡോടുകൂടി. എന്താണ് മാം പറയാനുള്ളത്? തികച്ചും സ്കൂളിന് തന്നെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾ അവർക്ക് അവരുടെ ആഗ്രഹം നമ്മളോട് പറഞ്ഞപ്പോൾ സംഘനൃത്തത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് ടീച്ചേഴ്സും അതിലുപരി നമ്മുടെ പ്രിൻസിപ്പളും കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകി അവരൊരു പാട്ട് സെലക്ട് ചെയ്ത് നിരന്തരമായി അവരുടെ പ്രാക്ടീസിൻ്റെ റിസൾട്ടാണ് നമ്മൾ സംഘനൃത്ത വേദിയിൽ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തികച്ചും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എന്താണ് ടീച്ചറുടെ പേര്? രോഷ്നി. അപ്പം അധ്യാപികമാർ ഇവർക്കൊരു കരുത്ത് തന്നെയാണ്. നമ്മുടെ സ്കൂള് തുറക്കുന്നത് മുതൽ ഇവർക്ക് പ്രാക്ടീസാണ്. കലോത്സവത്തിന് 1ാം സ്ഥാനത്ത് എത്തണം, ഇവരെ എങ്ങനെയെങ്കിലും മുൻനിരയിൽ എത്തിക്കണം എന്നതാണ് നമ്മുടെ അമ്മമാരെ പോലെ തന്നെ അധ്യാപികമാരുടെയും ആഗ്രഹം. മറ്റൊരു ടീച്ചർ കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, എന്താണ് ഈ അഭിമാന നിമിഷത്തിൽ പറയാനുള്ളത്? അഭിമാനം തന്നെയാണ്. കുട്ടികൾ 7 കുട്ടികളും ഇങ്ങനെ നന്നായി സ്വയം പ്രയത്നത്തിലൂടെ നല്ല A ഗ്രേഡോടുകൂടി ഫസ്റ്റ് A ഗ്രേഡോടുകൂടി ജില്ലാതലത്തിലേക്ക് പങ്കെടുക്കാൻ കിട്ടിയത് നല്ലൊരു അഭിമാനം ഞങ്ങൾക്കും സ്കൂളിനും. കുട്ടികൾ തന്നെ അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതെ അതെ. മറ്റൊരു രക്ഷിതാവും കൂടെ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം തന്മയുടെ അമ്മയാണ്. അവൾ ഇൻഡിവിജ്വൽ ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജില്ലയിലേക്ക് സ്ഥാനം കിട്ടാത്തതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഡാൻസിന് നന്നായി പരിശ്രമിച്ചു. അതിൽ കിട്ടിയതിൽ ഒരു പാരന്റ് എന്ന നിലയിലും ഒരു അധ്യാപിക കൂടിയാണ് ഈ മക്കളെല്ലാവരും കളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തന്മയാണല്ലേ ഈ ഒരു ഡാൻസിന് പ്രധാനമായിട്ടും ഒപ്പം നിന്നത്? അതെ അതെ. കാരണം ഈ ഒരു പെർമിഷൻ വാങ്ങിയതൊക്കെ തന്മയായിരുന്നു. കാരണം ഞാൻ അറിയില്ല, എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെ പറയുന്നത് ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മേൽനോട്ടത്തിൽ പഠിക്കാനുണ്ടെന്ന്. അപ്പം എല്ലാം കൂടി ആവുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റും, അവളുടെ കോൺഫിഡൻസ് ആയിരുന്നു ഇത്.
അപ്പോൾ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് നല്ല, അതും കൂടിയാണ് ഇത് വിജയത്തിൻ്റെ പിന്നിൽ. ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു വിജയത്തിൽ വരെ എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മാത്രമല്ല നമ്മുടെ പെൺപടയ്ക്കും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നുകളാണ് ഇവർ. എല്ലാവരും 8ാം ക്ലാസ് സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവർ ഈ ഒരു അഭിമാന നേട്ടം കൈവരിച്ചതിൽ അഭിമാനിക്കുന്നു. തന്മയോട് ഞാൻ കൂടുതൽ ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ഈ ഒരു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, കൂടുതൽ സ്ട്രിക്റ്റ് ഒന്നും പറ്റത്തില്ല അല്ലേ? ഇല്ല, അത് പറ്റത്തില്ല. നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിജയം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയത്. കാരണം എൻ്റെ മാത്രം ഇതല്ല, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. സിസ്റ്റർ ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും നല്ല അതിന് അനുസരിച്ചെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്കും കൂടെ ഞാൻ പോവുകയാണ്. ചമയം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു. ആരുടെ സെലക്ഷൻ ആയിരുന്നു ഈ വസ്ത്രങ്ങളൊക്കെ? വസ്ത്രം ടീച്ചേഴ്സിന്റെ. എന്തായിരുന്നു നിങ്ങളുടെ തീം? എന്തായിരുന്നു? വിഷ്ണുമായ. ആ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെതാണോ? എനിക്ക് അത് പെട്ടെന്ന് നമുക്കൊന്ന് കാണുമ്പോൾ അതൊരു നെറ്റിപ്പട്ടം പോലെയാണ് തോന്നിയത്. എന്താണ് അത് തന്മയ? വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ശിവപുത്രനാണ്. അപ്പോൾ ശിവന്റെ ചന്ദ്രകലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വസ്ത്രം ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ശിവന്റെയും പാർവതി കൂളിവാക എന്ന വേഷത്തിൽ വന്നുണ്ടായ ഒരു പുത്രനാണ് വിഷ്ണുമായ എന്ന് പറയുന്നത്. അപ്പം ശിവനും അതേപോലെ തന്നെ ശിവന്റെ ഒരു ഇത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത കോസ്റ്റ്യൂം. ഇനി ജില്ലാതല മത്സരമാണ്, അതിനുള്ള പ്രയത്നങ്ങളൊക്കെ ഇന്ന് തന്നെ തുടങ്ങുക അല്ലേ? തുടങ്ങും. എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഉറപ്പാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. ഞങ്ങളും ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ജില്ലാതലത്തിൽ പോയി സ്റ്റേറ്റ് ലെവൽ എത്തി നമുക്ക് ഇന്റർവ്യൂ തരണം ഇനിയും. ഓക്കെ, അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാല് നമുക്ക് ഈ ഒരു അഭിമാന നേട്ടം കൈവരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പെൺകുരുന്നുകൾ. ടീച്ചർക്ക് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? ഈ ഒരു സംഘനൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്താൻ കുട്ടികളുടെ പെർഫോമൻസ് പോലെ തന്നെ പ്രധാനമാണ് അവരുടെ കോസ്റ്റ്യൂമും ഡ്രസ്സും. അതിന് നമ്മളെ സഹായിച്ചത് നമ്മുടെ പേരൻസ് ഒരാളായ നൈനികയുടെ അമ്മയായ നിതിന ടീച്ചറാണ് കോസ്റ്റ്യൂമിനും പ്രോപ്പർട്ടീസും മേക്കപ്പും എല്ലാം തന്നെ നമ്മുടെ ടീച്ചറിന്റെ സഹായം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, സ്കൂളിന്റെ കൂട്ടായ പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഈ ഒരു വാക്കുകളിലൂടെ തന്നെ അറിയാൻ കഴിയുന്നു. നമ്മുടെ നൈനികയുടെ അമ്മയാണ് ഈ ചമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ചെയ്തത്. അതുപോലെ തന്നെ ഇനി ഇവർക്ക് ജില്ലാതല മത്സരങ്ങളാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. നമ്മുടെ സിറ്റി ചാനലിന്റെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ജില്ലാ തലത്തിൽ പോയി ഫസ്റ്റ് നേടുക, സ്റ്റേറ്റ് ലെവലിൽ പോയി ഫസ്റ്റ് നേടുക, നമ്മുടെ പെൺകരുത്ത് തെളിയിക്കുക. ഓക്കെ, നമുക്കൊരു ആഹ്ലാദ പ്രകടനത്തോടെ ഒരു എന്തെങ്കിലും റിസൾട്ട് പറയുമ്പോ എങ്ങനെയായിരുന്നു? നിങ്ങൾ അതേപോലെ ഞങ്ങൾക്കൊന്ന് കാണാൻ, ഞങ്ങൾ അവിടുന്ന് കണ്ടില്ല, അപ്പൊ ഞങ്ങൾക്കൊന്ന് കാണാൻ ഒരു ആഗ്രഹം. ജില്ലാ തലത്തിൽ മത്സരത്തിലേക്ക് സെലക്ട് ചെയ്ത ടീം കോഡ് നമ്പർ 5. യെസ്, ഇതാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഞാൻ ഭാവുകങ്ങൾ നേരുകയാണ്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനു വേണ്ടി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട ഇന്ത്യൻ കോഫി ഹൌസിന് മുകളിലായാണ് ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നത്. നവംബർ 3 ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ നിർവഹിക്കും. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗമായിട്ട് ആ സംസ്ഥാനത്ത് പ്രചാരമുള്ള ഐറ്റം കബഡി, ഖോഖോ ഇതൊന്നും ഒളിമ്പിക് ഇവന്റ് എങ്കിലും ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗമാണ്. കേരളം, ജമ്മു കാശ്മീർ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്പോർട്സിന്റെ ഒളിമ്പിക് അസോസിയേഷൻ. ഈ 2 സംസ്ഥാനമാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഒരു പ്രവർത്തനം ഉള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ സ്പോർട്സ് കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഒളിമ്പിക് അസോസിയേഷനാണ്.
ചടങ്ങിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് MV പ്രതീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ നിരവധി കായിക അസോസിയേഷനുകളുടെ പ്രവർത്തന കേന്ദ്രമായി ഈ ഓഫീസ് മാറുമെന്ന് ഇവർ പറയുന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് MV പ്രതീഷ്, സെക്രട്ടറി M അച്യുതൻ, സീനിയർ വൈസ് പ്രസിഡന്റ് MK രാജശേഖരൻ, M രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് നവംബർ 2 സമാപനമാവും. ഭാഗവതശ്രീ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ന്യൂസ് ബ്യൂറോ, പെരിയ. ആദിവാസി സമൂഹത്തിന്റെ തനതനുഷ്ഠാന കലകളുമായി ഗോത്രബന്ധു കലാസമിതി തായന്നൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗോത്രകലകളുടെ ആദ്യ അവതരണം നടന്നു. ഒരു കുന്നിന്റെ ചുറ്റുപാടും ഊരുകളുള്ളപ്പോൾ താഴത്തെ ഊര് തായന്നൂരായി മാറിയത്രേ. ചുറ്റും കാടുമൂടിക്കിടന്ന ആ പ്രദേശത്ത് മാറി മാറി കുടിൽ കെട്ടി താമസിച്ച ആദിവാസി ഊരിൽ സന്ധ്യാനേരത്ത് ഊരുമുപ്പൻ തുടിയെടുത്ത് കൊട്ടിപ്പാടാൻ തുടങ്ങും. പാട്ടും കൊട്ടും മുറുകുമ്പോൾ ഊരുകളിലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും തുടി ശബ്ദം കേട്ടെടുത്ത് കൂട്ടം കൂടും. ജന്മിയുടെ പാടത്ത് പകലന്തിയോളം പണിയെടുത്ത് തളർന്നെത്തുന്ന ഗോത്രജനതയുടെ സന്തോഷവും പ്രതിഷേധവും വിപ്ലവ മുദ്രാവാക്യങ്ങളുമായി അവരങ്ങനെ ചുവടുവയ്ക്കും. കോടോംബേളൂരിൽ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടപ്പാക്കി വരുന്ന നബാർഡ് ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി 1 മാസത്തിലധികമായി ഗോത്രകലകളുടെ പരിശീലനം നടക്കുന്നു. മലവേട്ടുവൻ, മാവിലൻ വിഭാഗങ്ങളുടെ മംഗലം കളി, എരുതുകളി, വയനാട്ടിലെ പണിയ വിഭാഗത്തിന്റെ പണിയ നൃത്തം എന്നിവയിൽ 35 അംഗങ്ങൾ അടങ്ങുന്ന ടീം പരിശീലനം പൂർത്തീകരിച്ചിട്ടുണ്ട്. തനതായ ശൈലിയിൽ മാറ്റം വരുത്താതെയാണ് വേദിയിൽ അടക്കം അവതരിപ്പിക്കുക. രവി കുറ്റിയടക്കം, നാരായണൻ എന്നിവരാണ് മംഗലം കളി പരിശീലകർ. പണിയ സമുദായാംഗവും നരിവേട്ട എന്ന ചിത്രത്തിലെ പണിയ ഭാഷാ വിവർത്തകനുമായ പ്രസാദ് ചുള്ളിയോടാണ് പണിയ നൃത്ത പരിശീലകൻ. അനുഷ്ഠാന കലാരൂപമായ എരുതുകളി ചന്ദ്രൻ വേങ്ങിച്ചേരിയുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കു മുൻപിൽ തായന്നൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗോത്രകലകളുടെ ആദ്യ അവതരണം നടന്നു. നബാർഡ് DDM KS ഷാരോൺ വാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, പഞ്ചായത്ത് മെമ്പർമാരായ രാജീവൻ ചീരോൽ, E ബാലകൃഷ്ണൻ, പത്മനാഭൻ കുളമാവ്, ഗ്രീഷ്മ മനേഷ്, രാധിക വെങ്ങച്ചേരി, പ്രമോദ് തൊട്ടിലായി, KA ജോസഫ്, സതീന്ദ്രൻ ചീരോൽ, നാരായണൻ സർക്കാരി, ദാമോദരൻ മോയാലം തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്ററും CRD പ്രോഗ്രാം മാനേജറുമായ EC ഷാജി സ്വാഗതവും രമേശൻ മലയാറ്റുകര നന്ദിയും പറഞ്ഞു. ഗോത്രകലാസംഘത്തിനു വേണ്ടി നബാർഡ് ഫണ്ടിൽ അനുവദിച്ച വാദ്യോപകരണങ്ങളും പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തായന്നൂർ. 4 പതിറ്റാണ്ടായി മുടക്കമില്ലാതെ എല്ലാ വർഷവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ സമൂഹ സദ്യ തയ്യാറാക്കി നൽകുകയാണ് ചെറുവത്തൂർ, തുരുത്തി, ഓർക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ. നിരവധി ആളുകൾ സമൂഹ സദ്യയിൽ പങ്കാളികളായി. ഇന്ത്യയുടെ യശസ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ആകസ്മികമായ വേർപെടലിൽ 1984 നാടിന്റെ നെഞ്ചുരുകിയിരുന്നു. രക്തസാക്ഷിത്വത്തിന്റെ 1 വർഷം പൂർത്തിയാവുന്ന 1985 ഒക്ടോബർ 31
ചെറുവത്തൂർ, തുരുത്തി, ഓർക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി എടുത്ത തീരുമാനമാണ് 40 വർഷം പിന്നിടുമ്പോഴും മുടക്കമില്ലാതെ സമൂഹ സദ്യ നൽകി വരുന്നത്. ചോറും 4 കറികളും ഉൾപ്പെടുന്ന സദ്യയാണ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാക്കി വിളമ്പിയത്. മുടക്കമില്ലാതെ 4 പതിറ്റാണ്ടുകളായി സമൂഹ സദ്യ നൽകി വരുന്നുണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ. തുരുത്തി നിലമംഗലം ഓഡിറ്റോറിയത്തിൽ കാടാങ്കോട്, തുരുത്തി പ്രദേശങ്ങളിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ 1500-ൽ പരം പേർക്കാണ് ഇത്തവണ സമൂഹ സദ്യ നൽകിയത്. കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി നാരായണൻ, വി രാജൻ എരിഞ്ഞിക്കൽ, KV കൃഷ്ണൻ, A കുഞ്ഞമ്പാടി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ് ഭക്ഷണം തയ്യാറാക്കി നൽകിയത്. സമൂഹ സദ്യയ്ക്ക് മുമ്പായി ഇന്ദിരാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും അനുസ്മരണ ഭാഗമായി ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചനയും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരളപ്പിറവി ദിനത്തിൽ കൗതുക കാഴ്ചയൊരുക്കി ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവ നഗരി. 1-ാം വേദിക്ക് മുന്നിൽ വാഴയിലയിൽ കേരളത്തിന്റെ ഭൂപടം ഒരുക്കിയത് കലോത്സവ നഗരിയിൽ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയായി മാറി. കേരളപ്പിറവി ദിനത്തിൽ 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നടക്കുന്ന 1-ാം വേദിക്ക് മുന്നിൽ കേരളത്തിന്റെ ഭൂപടം ഒരുക്കിയത് കാണികൾക്ക് നയന മനോഹര കാഴ്ച സമ്മാനിച്ചു. വാഴയിലയിലാണ് ഭൂപടമൊരുക്കിയത്. അതിന് ചുറ്റുമായി വിളക്കുകൾ തെളിയിച്ചത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, മോഹൻ മാസ്റ്റർ, ബാബു മാസ്റ്റർ, PTA പ്രസിഡന്റ് സൗമ്യ, മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ, അധ്യാപകർ, AEO, നാട്ടുകാർ, കുട്ടികൾ തുടങ്ങിയവരാണ് ചിരാത് വിളക്കുകൾ കത്തിച്ച് കേരളത്തിന്റെ രൂപമുണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോടോത്ത്. മധൂർ പഞ്ചായത്തിലെ സൂർലു സ്മാർട്ട് അംഗൻവാടി ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ പഞ്ചായത്തിലെ സൂർലു നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. മധൂർ പഞ്ചായത്തിലെ സൂർലു സ്മാർട്ട് അംഗൻവാടി ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ നമുക്കതിന് രാഷ്ട്രീയമില്ല. അത് BJP കൊണ്ടുവരുന്നതാണോ, ലീഗ് കൊണ്ടുവരുന്നതാണോ, കോൺഗ്രസ് കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ CPM കൊണ്ടുവരുന്നതാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു നാടിന്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ ആ പദ്ധതിയെ നമ്മൾ ഇരും കൈയിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ അങ്കണവാടിയിൽ പഠിക്കുന്നത് പാവപ്പെട്ട ആളുകളാണ്. എല്ലാ ജാതിയിലും മതത്തിലും ഒക്കെ ഉള്ള ആളുകൾ അങ്കണവാടിയിൽ പഠിക്കുന്നു എന്നാണ് കലക്ടർ പറഞ്ഞത്. ആ കലക്ടർ അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ്. ഇവിടെ സാരി ഉടുത്ത സ്ത്രീകളുണ്ട്, പർദ്ദയണിഞ്ഞ സ്ത്രീകളുണ്ട്, തലക്ക് തൊപ്പി വെച്ച ആളുകളുണ്ട്, തൊപ്പി വെക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം എല്ലാ ആളുകളും പഠിക്കുന്നതാണ് നമ്മുടെ അങ്കണവാടി എന്ന് പറയുന്നത്. ഈ സുർലു ഭാഗത്തെ ആ കുട്ടികൾക്ക് എത്രമാത്രം സൗകര്യമാണ് ഈ അങ്കണവാടിയുടെ കിട്ടാൻ പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ്, സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ യശോദ S നായക്, ഉമേഷ് ഗട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകുമാര കുതിരേപ്പാടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ടീച്ചർ, C ഉദയകുമാർ, അബ്ദുൽ ജലീൽ, ഹബീബ് ചെട്ടുംകുഴി, സ്മിത സുധാകരൻ, ഉഷ സുരേഷ്, സൗമ്യ ദിനേശ്, TK ജനനി, K രതീഷ്, അമ്പിളി, CH ഉദയകുമാർ, KDP സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ, നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ, ICDS CDPO തില ബാബു, പഞ്ചായത്ത് സെക്രട്ടറി നീതു ഷിജിമോൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രാധാകൃഷ്ണ സൂർലു സ്വാഗതവും അംഗൻവാടി ടീച്ചർ K സ്മിത നന്ദിയും പറഞ്ഞു. നാടിൻ്റെ ഉത്സവമായി മാറിയ ഉദ്ഘാടന പരിപാടിയിൽ
വിവിധ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ BJP പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ദരിദ്രരെയും കർഷകരെയും സർക്കാർ അവഗണിക്കുകയാണെന്നും പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്നും അർഹമായ ആനുകൂല്യങ്ങൾ പോലും കാസർഗോഡിന് ലഭിക്കുന്നില്ലെന്നും BJP ആരോപിച്ചു. ബേക്കൽ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ മൊഞ്ചത്തിമാർ അണിനിരന്ന ഒപ്പന മത്സരം ആസ്വാദകർക്ക് ആവേശമായി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അവതരിപ്പിച്ച ഒപ്പന മത്സരത്തിന് വിധികർത്താക്കളുടെ പ്രശംസയും ശ്രദ്ധേയമായി. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. 30 ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ സ്വയം പ്രയത്നത്തിലൂടെ സംഘനൃത്തത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് എ ഗ്രേഡ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.